ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തിരുവാതിരക്കളി ലുക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ഓർണമെൻറ്റ്സ്, ഹെയർ സ്റ്റൈൽ എല്ലാം. സോ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്കിന്ന് പ്രിപ്പ് ചെയ്യണം. അതിന് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് എൻ്റെ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ലോറിയാലിൻ്റെ സെറാണ്. അതിനുശേഷം ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ള മോയ്സ്ചറൈസർ പോൺസിൻ്റെ. അപ്പോൾ അത് യൂസ് ചെയ്ത് നല്ലോണം സ്കിന്ന് പ്രിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ലിപ് ബാം, ഇത് മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഫൗണ്ടേഷനാണ്. ഞാൻ കാര്യമായിട്ടൊന്നും ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് കുറച്ച് നോർമൽ ടെക്സ്ചറാണ് ഇഷ്ടം. വല്ലാതെ നമ്മൾ കവറേജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. സോ അതുകൊണ്ട് അതിന് ശേഷം കോമ്പാക്ട് പൗഡറൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വിഷുവിന് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഇന്ന് പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്താണ് എത്തുന്നത്. കാരണം എനിക്ക് ത്രെഡ് ചെയ്യാനോ അതുപോലെ തന്നെ നൈൽ പോളിഷ് ഇടാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ റെഡിയായിട്ട് വേണം ബാക്കിയുള്ളവരെല്ലാവരും റെഡിയാക്കാൻ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര റഷിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോസ് ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്തു, കാരണം എനിക്ക് ആർട്ടിഫിഷ്യൽ ലുക്ക് ഇഷ്ടമില്ലാത്തത് കാരണം തന്നെ ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ലൈറ്റ് പീച്ച് കളർ ഐ ഷാഡോ ഇട്ടു, ഐലൈനർ എഴുതി. പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോൻ്റെ കാജലാണ്. അപ്പോൾ ആ സ്റ്റുഡിയോൻ്റെ കാജൽ തന്നെയാണ് അടിയിൽ എഴുതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും കുറച്ച് ബ്ലഷൊക്കെ ഇട്ടിട്ട് നല്ലോണം സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ബാക്കിലെ മിററിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ചിഞ്ചു ആണ്, എൻ്റെ പെയർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരനൊക്കെ റെഡിയാക്കാൻ. സോ അതിനുശേഷം ഞാനിപ്പോൾ ബ്രഷ് ഇട്ടതിന് ശേഷം ഒരു ഹൈലൈറ്റർ ഇടുന്നുണ്ട്, ലൈറ്റായിട്ടൊരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അത് യൂസ് ചെയ്യുന്നത് ഫേസസ് സ്കാനയുടെ ഒരു ലിപ് ക്രയോണാണ്. ഡാൻസൊക്കെ ആകുമ്പോൾ ഞാൻ നോർമലി പ്രിഫർ ചെയ്യുക റെഡാണ്. പിന്നെ ഒരു ബ്ലാക്ക് പൊട്ട് നമ്മൾ കുറി വയ്ക്കാൻ മറന്നു പോയതാണ്.